ഹായ് മക്കളെ, 10ാം ക്ലാസ്സിൻ്റെ റിസൾട്ടൊക്കെ വന്നു. എല്ലാവർക്കും നല്ല അടിപൊളി റിസൾട്ടാണ്, ഗംഭീര സ്കോറാണ്. +1 സയൻസിലേക്ക് ഒരുപാട് ആളുകൾക്ക് ക്ലാസ്സസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്, ചിലർക്ക് ക്ലാസ്സസ് തുടങ്ങാൻ പോകുന്നേ ഉള്ളൂ അല്ലേ. അതായത് നിങ്ങൾ +1 സയൻസ് ഓപ്റ്റ് ചെയ്ത ഒരാളാണെങ്കിൽ ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ പഠിച്ചിരുന്നത് എത്രത്തോളം നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, എത്രത്തോളം നിങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊന്ന് ആലോചിച്ച് നോക്കുക. ഭൂരിഭാഗം ആളുകളും വളരെ ഹാർഡ് വർക്ക് ചെയ്ത കുറച്ച് ആളുകളുണ്ട്, ഇല്ലെന്നല്ല. പക്ഷേ എന്നാൽ പോലും എനിക്ക് തോന്നുന്നു ഭൂരിഭാഗം ആളുകളും 10ാം ക്ലാസ്സിന് അത്ര സീരിയസ് ആയി എടുക്കാത്ത ആളുകളായിരിക്കും. പക്ഷേ ആ രീതിയിൽ പോയിട്ട് നമ്മൾ അവസാനം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തതോടുകൂടി നമുക്ക് 10ാം ക്ലാസ്സിൽ അത്യാവശ്യം നല്ല സ്കോർ കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു സ്ട്രാറ്റജിയിലാണ് നിങ്ങൾ +1 സയൻസും തുടക്കം മുതൽ, അല്ലെങ്കിൽ ആ ഒരു സ്ട്രാറ്റജിയാണ് നിങ്ങൾ +1 സയൻസിലും എടുക്കാൻ പോകുന്നെങ്കിൽ, ഉപയോഗിക്കാൻ പോകുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിക്കാത്ത രീതിയിലുള്ള പ്രശ്നങ്ങൾ അതിനുണ്ടാവും. കാരണം നമുക്ക് ആദ്യം 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച സിലബസിനെയും +1 +2 നിങ്ങൾ പഠിക്കാൻ പോകുന്ന സിലബസിനെയും ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കാം. 10ാം ക്ലാസ്സിൽ നിങ്ങൾ സയൻസിൽ മൊത്തം ഫിസിക്സിലും കെമിസ്ട്രിയിലും ബയോളജിയിലുമായി ടോട്ടലി നിങ്ങൾ പഠിച്ച ചാപ്റ്റേഴ്സ് ഇല്ലേ, അത്രയും ചാപ്റ്റേഴ്സ് ആയിരിക്കും നിങ്ങൾക്ക് +1 ഓരോ സബ്ജക്റ്റിലും ഉണ്ടാകുക. കെമിസ്ട്രിയിൽ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ഫിസിക്സിൽ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാകും, ബയോളജിയിൽ അത്രയും ചാപ്റ്റേഴ്സ് ഉണ്ടാകും. അതിനൊപ്പം ഓരോ ചാപ്റ്ററിലെയും കണ്ടന്റ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും. 10ാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ച അല്ലെങ്കിൽ കണ്ട് പരിചയമുള്ള അത്തരം ചാപ്റ്ററുകളായിരിക്കില്ല. നല്ല കണ്ടന്റുള്ള, ഡെപ്തുള്ള വലിയ ചാപ്റ്ററുകളായിരിക്കും ഇനി +1 നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അതുപോലെ തന്നെയായിരിക്കും അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയായിരിക്കും +2 ഉണ്ടാകുക. അപ്പോൾ അതുകൊണ്ട് 10ാം ക്ലാസ്സിലെ പരീക്ഷയുടെ കുറച്ചുനാൾ മുമ്പ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഹാർഡ് വർക്ക് കൊണ്ട് നിങ്ങൾക്ക് 10ാം ക്ലാസ്സിൽ നിങ്ങൾ വിചാരിച്ച സ്കോറിലേക്ക് എത്താൻ പറ്റി. പക്ഷേ ആ ഒരു സ്ട്രാറ്റജി +1 +2 വർക്കൗട്ട് ആവില്ല എന്നാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഇനി നിങ്ങൾ +2 ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് നീറ്റോ ജെഇഒ ഒക്കെ ക്രാക്ക് ചെയ്ത് ഇന്ത്യയിലെ പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ എഞ്ചിനീയർ ആകാൻ പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണെങ്കിൽ അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക, സാർ 10ാം ക്ലാസ്സിൽ ഇങ്ങനെയൊക്കെ ആയിരുന്നു, ഇനിയിപ്പോൾ +1 +2 ഒന്ന് മനസ്സ് വെച്ച് അത് നടക്കുമോ എന്നായിരിക്കില്ലേ? പോസിബിൾ ആണ്. പക്ഷെ ഞാൻ പറയുന്ന രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഒന്ന്, +1 അതുപോലെ തന്നെ +2 ചാപ്റ്ററുകളൊക്കെ ബേസ് മുതൽ നമ്മൾ പഠിച്ചു പോകേണ്ടി വരും. ഓക്കെ, അങ്ങനെ ബേസ് മുതൽ പഠിച്ചു പോകണം എന്ന് പറയുമ്പോൾ ബോർഡ് എക്സാമിന് വേണ്ടിയും എൻട്രൻസിന് വേണ്ടിയും സെപ്പറേറ്റ് പഠിക്കണ്ടേ എന്നൊരു ചോദ്യം നിങ്ങളുടെ മനസ്സിലുണ്ടാവും. അതിൻ്റെ ആവശ്യമില്ല. കാരണം നീറ്റിൻ്റെയും ജിയുടെയൊക്കെ സിലബസ് എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും, നിങ്ങൾ +1 +2 NCERT ടെക്സ്റ്റ് ബുക്കിൽ എന്താണോ പഠിക്കുന്നത് അത് തന്നെയാണ് നീറ്റിൻ്റെയും ജിയുടെയൊക്കെ സിലബസിലും നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാം. സെയിം സിലബസ് തന്നെയാണ്. അപ്പോൾ എന്താണ് മാറ്റം എന്താണെന്ന് ചോദിച്ചാൽ ബോർഡിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ചോദ്യങ്ങളായിരിക്കില്ല എൻട്രൻസിന് ചോദിക്കുക എന്നുള്ളതാണ് വ്യത്യാസം. അപ്പോൾ ഒരേ കണ്ടന്റാണ് നമ്മൾ പഠിക്കേണ്ടത്, പക്ഷേ 2 തരത്തിലുള്ള ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം, ഓരോ ചാപ്റ്ററും ബേസ് മുതൽ നിങ്ങൾ പഠിക്കണം എന്നതിനൊപ്പം എൻട്രൻസിന് വേണ്ടിയുള്ള ഒരു സെപ്പറേറ്റ് പ്രിപ്പറേഷൻ കൂടി നമ്മൾ നടത്തേണ്ടതുണ്ട്. എന്നാലാണ് +2 ബോർഡ് എക്സാം കഴിയുന്ന 2027 നിങ്ങൾക്ക് അതേ വർഷം തന്നെ നീറ്റ് അല്ലെങ്കിൽ ജെഇ ക്രാക്ക് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ക്യാമ്പസിൽ സീറ്റ് ഉറപ്പുവരുത്താൻ കഴിയാം. അതല്ലെങ്കിൽ +2 കഴിഞ്ഞ് അതിനുവേണ്ടി ഒരു വർഷം നമ്മൾ മാറ്റി വെക്കേണ്ടി വരും. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ ഓരോ സെക്കൻഡും വളരെ വിലപ്പെട്ടതാണ്. അങ്ങനെ വളരെ വിലപ്പെട്ട സെക്കൻഡുകളുള്ള ഒരു ജീവിതത്തിൽ നമ്മൾ എന്തിനാണ് ഒരു വർഷം അതിനുവേണ്ടി മാറ്റിവെക്കുന്നതെന്ന് ആലോചിച്ച് നോക്കൂ അല്ലേ. പിന്നീട് നമ്മൾ ആലോചിക്കുമ്പോൾ ആ ഒരു വർഷം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ ഗ്യാപ്പായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ബേസ് തൊട്ട് പഠിക്കുന്നതിനൊപ്പം നിർബന്ധമായി നമ്മൾ എൻട്രൻസിന് വേണ്ടിയുള്ള ഒരു പ്രിപ്പറേഷൻ കൂടി അതിനൊപ്പം കൊണ്ടുപോയാൽ മതി. ഇത് വളരെ ഈസിയാണ്. പക്ഷേ ഈസിയാണെന്ന് പറയുന്നതിനൊപ്പം തന്നെ എന്തുകൂടി മനസ്സിലാക്കണം, ഒരു സപ്പോർട്ട് ഇല്ലാണ്ട് നിങ്ങൾക്കത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അത്തരം ഒരു സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് സൈലം കിങ്സ് 11 ബാച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കിങ്സ് 11 ബാച്ചിൽ നിങ്ങളെ ആക്ച്വലി +1 ബോർഡ് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നതിനൊപ്പം തന്നെ ജെഇ അല്ലെങ്കിൽ നീറ്റിന് പോലെയുള്ള ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷകൾക്ക് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും, പ്രൊവൈഡ് ചെയ്യും. ആ കിങ്സ് 11 ബാച്ച് നിങ്ങൾ +2 എത്തുന്ന സമയത്ത് സൂപ്പർ കിങ്സ് ബാച്ച് ആയിട്ട് മാറും. അപ്പോൾ +2 ഇതേ സ്ട്രാറ്റജിയോട് കൂടി നമ്മൾ മുന്നോട്ട് പോകും. കിങ്സ് 11 ബാച്ചിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിൻ്റെ പ്രിപ്പറേഷനും തരുന്നുണ്ട്, അതുപോലെ തന്നെ എൻട്രൻസ് എക്സാമിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻസും തരുന്നുണ്ട്. അതായത് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ കൺസെപ്റ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാലും അതിൽ നിന്ന് ബോർഡ് എക്സാമിന് എങ്ങനെയായിരിക്കും ചോദ്യങ്ങൾ ചോദിക്കുക എന്ന് പറയുന്നതിനൊപ്പം, അത് പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിനൊപ്പം തന്നെ ഓൾ ഇന്ത്യ കോമ്പറ്റേറ്റീവ് പരീക്ഷകളായിട്ടുള്ള നീറ്റിൻ്റെയും ജെഇയുടെയും ആ ഒരു പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കൂടി നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഈസിയായി നമുക്ക് +1 +2 ഒപ്പം എൻട്രൻസിന് കൂടി നീറ്റിനും ജെഇക്കും കൂടി പ്രിപ്പയർ ചെയ്യിക്കാൻ കിങ്സ് 11 ബാച്ച് നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കുക,
പ്ലസ് ടു ബോർഡ് എക്സാമിന് ശേഷം ഒരു വർഷം റിപ്പീറ്റ് ചെയ്തിട്ട് ഒരു വർഷം അതിനുവേണ്ടി മാറ്റിവെച്ച് നീറ്റും ജെയൊക്കെ ക്രാക്ക് ചെയ്യണോ, അതോ പ്ലസ് ടു ബോർഡ് എക്സാമിനൊപ്പം തന്നെ ഒരു വർഷം സേവ് ചെയ്തുകൊണ്ട്, ജീവിതത്തിൽ വളരെ വിലപ്പെട്ട ഒരു വർഷം സേവ് ചെയ്തുകൊണ്ട് നിങ്ങളുടെ സ്വപ്ന ക്യാമ്പസിലേക്ക് എത്തണം എന്നുള്ളതൊന്നുകൂടി ആലോചിക്കുക. എത്രയും പെട്ടെന്ന് തീരുമാനം എടുക്കുക. കിങ്സ് 11 ബാച്ചിൽ അഡ്മിഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ക്ലാസ് റൂമിൽ വെച്ച് കാണാം. ഓൾ ദി ബെസ്റ്റ്.